അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنك ميت وإنهم ميتون ثم إنكم يوم القيامة عند ربكم تختصمون. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മയെല്ലാം സൃഷ്ടിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ സർവലോക പരിപാലകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും അല്ലാഹു നമുക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12-ാം തീയതി ഉച്ച സമയത്താണ് നമ്മളുള്ളത്. ഏകദേശം 1436 വർഷങ്ങൾക്ക് മുൻപ്, അഥവാ ഹിജറ വർഷം 11-ന്റെ റബീഉൽ അവ്വൽ മാസം 12-ന്റെ ഈ സമയം നമ്മൾ നമ്മുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോകം അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടം അനുഭവിച്ച സമയമായിരുന്നു ഇത്. ലോകത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ പഠിപ്പിച്ചത് ഫഇന്ന അഹദൻ മിൻ ഉമ്മത്തി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദ അലൈഹി മിൻ മുസീബത്തി. ഞാൻ നഷ്ടപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു മുസീബത്ത് ഒരിക്കലും
വിശ്വാസികൾക്ക് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ലോകത്തിന് അങ്ങനെ ഒരു നഷ്ടം സംഭവിച്ചതായിരുന്നു ഹിജറ വർഷത്തിൻ്റെ 11-ാം വർഷം റബീഉൽ അവ്വൽ 12. മദീന മുഴുവൻ ഇരുട്ടിലായ ദിവസം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാനൽ യൗമുല്ലദീ ഖദിമ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന ആ ദിവസമുണ്ടല്ലോ, അളാഅ മിൻഹാ കുല്ലു ഷൈഇൻ, ആ മദീനയിലെ സർവ്വ വസ്തുക്കളും പ്രകാശിച്ച തെളിഞ്ഞ ദിവസമായിരുന്നു അത്. ഫലമ്മാ കാനൽ യൗമുല്ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ലു ഷൈ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട ദിവസം മദീനയിലെ സർവ്വതും ഇരുളടഞ്ഞ ദിവസമായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മദീന ഇരുട്ടിൽ പോയ, മദീന തേങ്ങിക്കരഞ്ഞ ഒരു ദിവസമായിരുന്നു റബീഉൽ അവ്വൽ 12. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിൻ്റെ മുൻപ് തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണത്തിൻ്റെ സൂചനകൾ സ്വഹാബത്തിന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ വർഷവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ അവസാനത്തെ 10 പൂർണ്ണമായി പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയും എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്ന് അതുവരെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഒരാവർത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് പാരായണം ചെയ്ത് കേൾക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അവസാനത്തെ റമദാനിൽ 20 ദിവസം അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുകയും 2 തവണ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ഖുർആൻ പാരായണം കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, വലാ അറാഹു ഇല്ലാ ഹദറ അജലി. ഫാത്തിമ, എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യാസമായി ഈ വർഷം 2 തവണ എൻ്റെ ഖുർആൻ പാരായണത്തെ ജിബ്രീൽ പരിശോധിച്ചതിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ അവധി അടുത്തിരിക്കുന്നു എന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മറ്റൊരിക്കൽ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ്, ആ ഹജ്ജ് നിർവഹിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫ്. ഈ ദിവസത്തിനു ശേഷം ഇവിടെ വെച്ച് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഹജ്ജാണ്. ഓരോ കർമ്മങ്ങളും എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പറയുന്നു എന്ന് ശ്രദ്ധിച്ച് കേട്ടു മനസ്സിലാക്കി പഠിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത ഉപദേശത്തിലൂടെ തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഹജ്ജ് കൂടിയാണ് താൻ ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ പ്രബോധകനായി യമനിലേക്ക് അയക്കുന്ന സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, യാ മുആദ് ഇന്നക അസ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദേ, ഈ കൊല്ലത്തിന് ശേഷം താങ്കൾ പോവാണ്, മറ്റൊരു വർഷം കൂടി ഇനി നമ്മൾ കണ്ടുമുട്ടണമെന്നില്ല. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ ബിമസ്ജിദി വഖബരി. തീർച്ചയായും താങ്കൾ ഇനി തിരിച്ചു വരുമ്പോൾ മദീനയിലെ എൻ്റെ ഈ പള്ളിയുടെയും എൻ്റെ ഖബറിൻ്റെ ചാരത്തു കൂടെയും താങ്കൾ നടന്നു പോയേക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹുവിനോട് പറയാൻ. അപ്പോൾ ഈ വാക്കുകളിലൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അജൽ, തൻ്റെ അവധി അടുത്തിരിക്കുന്നു എന്ന് സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, സൂറത്തുൻ നസ്ർ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്ന സൂറത്തിൻ്റെ അവതരണവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൻ്റെ സൂചനയായിട്ടാണ് സ്വഹാബത്ത് മനസ്സിലാക്കിയത്. അങ്ങനെ സഫർ മാസം അതിൻ്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയും കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് രോഗബാധിതനാകുന്നത്. പിന്നീടുള്ള 13 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗിയായി തന്നെ കഴിഞ്ഞു. ആ രോഗിയായി കഴിഞ്ഞ 13 ദിവസങ്ങൾക്കിടയിൽ
സ്വന്തം കുടുംബത്തിനും മക്കൾക്കും മാത്രമല്ല, ലോകാവസാനം വരെ വരുന്ന മുഴുവൻ വിശ്വാസികൾക്കുമായി ധാരാളം ഉപദേശങ്ങൾ, വസിയ്യത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിക്കൊണ്ടേയിരുന്നു. അതിലേതാനും ചിലത് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗബാധിതനായി കിടന്ന ആ ദിവസമാണ് പ്രഖ്യാപിച്ചത്, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂതനസാറാക്കൾക്ക് തീർച്ചയായും പടച്ചവന്റെ ശാപമുണ്ട്. എന്തേ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവർ അവരുടെ പ്രവാചകന്മാരുടെ, അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരുടെ ഖബറിടങ്ങളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, എന്താ ഇന്ന് ഉമ്മത്തിന്റെ അവസ്ഥ? ഏത് ഖബർ കണ്ടാലും അതിൻ്റെ മുന്നിൽ സുജൂദ് വീഴാൻ ഒരു മടിയും പേടിയുമില്ലാത്ത അവസ്ഥ സമൂഹത്തിൽ കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ വസിയ്യത്തുകളെ പോലും ഈ ഉമ്മത്ത് വിലവെച്ചില്ല എന്നാ നമുക്ക് മനസ്സിലാക്കുക. തൗഹീദിന്റെ കാര്യമാണ് തൻ്റെ മരണമെടുത്ത ദിവസങ്ങളിൽ ആവർത്തിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് നല്ല അവസ്ഥയിൽ മരണത്തെ സ്വീകരിക്കണമെന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബല വഫാതിഹി ബിസലാസിൻ യഖൂൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മരണത്തിന്റെ 3 ദിവസം മുൻപ് ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനു ബില്ലാഹി ظന്ന. അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ചിന്തയും വിചാരവും ഉണ്ടായിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരണത്തെ സ്വീകരിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിൻ്റെ 3 ദിവസം മുമ്പ് ഓർമ്മപ്പെടുത്തിയത് ജാബിർ റളിയല്ലാഹു അൻഹു പറയാൻ. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഒരു കണക്കും ബാക്കി വെക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമൻ കുന്തു ജലത്തു ലഹു ലഹ്റൻ ഫഹാദാ ലഹ്രി ഫൽയസ്തഖിദ് മിൻഹു. നിങ്ങളെ ആരെങ്കിലും ഞാൻ ശരീരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എൻ്റെ മുതുക്, നിങ്ങളത് തിരിച്ച് ചെയ്തേക്കുക. വമൻ കുന്തു അഖദ്തു ലഹു മാല ഫഹാദാ മാലി ഫൽയഖുദ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സാമ്പത്തികമായി എന്തെങ്കിലും ഒന്ന് ഞാൻ തരാൻ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വഹാബ, എൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങളത് എടുത്തേക്കുക. വമൻ കുന്തു, ആരെങ്കിലും ശതംതു ലഹു അർളൻ, ആരെങ്കിലും അഭിമാനത്തിന് ഞാൻ ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ ഫല്യസ്തഖിദ് മിൻഹു, നിങ്ങൾ തിരിച്ചു തന്നേക്കുക. ഒന്നും പരലോകത്തേക്ക് ബാക്കി വെക്കരുത് എന്ന് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, സ്നേഹനിധിയായ പ്രവാചകൻ, മാന്യമായി പെരുമാറിയ പ്രവാചകൻ സ്വഹാബത്തിനെ ഓർമ്മപ്പെടുത്താൻ. സഹോദരങ്ങൾ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആരോടൊക്കെ എന്തിൻ്റെയൊക്കെ കണക്ക് നമുക്ക് തീർക്കാനുണ്ടാകും? നാം ചിന്തിക്കേണ്ട കാര്യം. 4-മത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന ആഖിറു കലാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാക്ക് അസ്വലാ അസ്വലാ. ഉമ്മത്തെ, നിങ്ങൾ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്നാണ്. ഇന്ന് ജാഥയിൽ പോയവന് സുബഹ് കിട്ടീനോ? ഇന്നലെ അലങ്കാരപ്പണികൾക്ക് നിന്നവന് ഇശാഇന്റെ ജമാഅത്ത് കിട്ടിയിട്ടുണ്ടോ? പോട്ടെ, ആ ചെയ്തതൊക്കെ ബിദ്അത്താണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് ഇന്നത്തെ സുബഹ് കിട്ടിയിട്ടുണ്ടോ? ഇന്നലത്തെ ഇശാഇന്റെ ജമാഅത്ത് കിട്ടിയിട്ടുണ്ടോ? ചിന്തിക്കണം സഹോദരങ്ങളെ. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങുന്ന സമയത്ത് ഉമ്മത്തിനോട് അവസാനം പറഞ്ഞ വാക്ക് അസ്വലാ അസ്വലാ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാൻ. പിന്നെ മക്കൾക്കുള്ള പ്രത്യേക ഉപദേശങ്ങൾ, ഫാത്തിമ ബീവിക്കുള്ള പ്രത്യേക ഉപദേശം, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ പേരക്കുട്ടികൾക്കുള്ള പ്രത്യേക ഉപദേശം, ഭാര്യമാരെ ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകമായ ഉപദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകി. അങ്ങനെ 13-മത്തെ ദിവസം റബീഉൽ അവ്വലിന്റെ 12-ന് സുബഹിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് ഇമാമത്ത് നിന്ന് നിസ്കരിക്കുമ്പോൾ ആ പള്ളിയോട് ചേർന്ന് തൻ്റെ മുറിയുടെ കർട്ടൻ ഒന്ന് നീക്കി റസൂൽ. സ്വഹാബത്ത് വിചാരിച്ചു നബി ഞങ്ങളിലേക്ക് വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിറകിലേക്ക് ഇറങ്ങി നിന്നു. പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ ആ വിരി അടച്ചു. ലോകത്തോടുള്ള അവസാനത്തെ പുഞ്ചിരിയിൽ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ആ വിരി എന്നേക്കുമായി അടച്ചു. കുറച്ചുകൂടി സമയം മുന്നോട്ട് പോയി.
ളുഹാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന കഠിനമായി. ആകാശത്തേക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കൈ ഉയർത്തി, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം, എന്നോട് കരുണ കാണിക്കണം, വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല, അത്യുന്നതങ്ങളിൽ ആ നല്ല കൂട്ടുകാരോടൊപ്പം എന്നെ ചേർത്തു തരണേ റബ്ബേ എന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ കൈകൾ തളർന്നു വീണു. ലോകത്തിൻ്റെ ആ നഷ്ടം, എന്നേക്കുമായുള്ള നഷ്ടം സംഭവിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്ത് പിടിച്ച ഒരു മനുഷ്യനെ പോലെ പെരുമാറി വാളൂരി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞവനെ ഞാൻ വകവരുത്തും. സ്വഹാബത്തിന് ഉൾക്കൊള്ളാനായില്ല ആ നഷ്ടത്തെ. സ്വഹാബത്ത് അവരുടെ സങ്കടം രേഖപ്പെടുത്തി. സഹോദരങ്ങളെ, ആ സമയമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. നമ്മൾ ജാഥയിലായിരുന്നു. ആ ജാഥയിൽ പ്രഖ്യാപിച്ചത് ഇർതകബതു അലൽ ഖതാ, റസൂലേ ഞങ്ങളോട് ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുന്നു. റബീഉൽ അവ്വലിന്റെ 12 റസൂല് വിട വാങ്ങുമ്പോൾ റസൂല് പറയാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ എനിക്ക് പുറത്തു തരണം, വർഹംനി എന്നോട് കരുണ കാണിക്കണം. മരണത്തിന്റെ അവസാന സെക്കൻഡിലും പടച്ചോനെ നീ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് പൊറുക്കൽ തേടലിന്റെ അവസാന സെക്കൻഡിലും മാതൃക കാണിച്ച ആ റസൂലിനെ വിളിച്ച് ഇന്ന് തെരുവുകളിൽ ആയിരക്കണക്കിന് മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിച്ചു. ആരോടാണ് സഹോദരങ്ങളെ നമുക്ക് സ്നേഹം? പൊട്ടിക്കരഞ്ഞ ധീരനിൽ ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളാനാകാതെ പൊട്ടിക്കരഞ്ഞ ഈ ദിവസം നമ്മൾ ആർപ്പുവിളികളായിരുന്നു, ആഘോഷമായിരുന്നു, തെരുവുകളിൽ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ യാത്രയിലായിരുന്നു. നമുക്കാരോടാണ് നമ്മുടെ സ്നേഹം? സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. ഇന്ന് നമ്മുടെ പള്ളി മാത്രമല്ലല്ലോ, പരിസരത്തെ എല്ലാ പള്ളിയിലും ഇപ്പോൾ ജുമുഅ നടക്കുക. അറബിയിൽ ഖുതുബ പറയുന്ന, ഞാൻ കുറ്റപ്പെടുത്താൻ പറയല്ല, സമസ്തക്കാരുടെ മിമ്പറിൽ നിന്ന് പോലും ഇപ്പോൾ അവർ പറയുന്നത് എന്താ? മനുഷ്യരെ, ആ മഹാനായ പ്രവാചകന്റെ നഷ്ടത്തിൽ കരയാതിരിക്കാൻ ഏതു കണ്ണിനാകും? ഏതു മനുഷ്യന് ഇന്നേ ദിവസം സങ്കടപ്പെടാതിരിക്കാനാകുമെന്നാണ് ഇപ്പൊ മിമ്പറിൽ നിന്ന് ഖത്തീബ് ചോദിക്കുന്നത്. എന്നിട്ട് താഴെ ഇറങ്ങിയിട്ട് വൈകുന്നേരത്തെ പരിപാടിയുടെ അനൗൺസാൻ. സഹോദരങ്ങൾ, ആർക്കാണ് പ്രവാചകനോട് സ്നേഹം? ചിന്തിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടുവെങ്കിൽ അത് നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, റസൂലേ നിങ്ങളും മരിക്കും അവരും മരിക്കും. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി ഇൻദ റബ്ബികും തഖ്തസിമൂൻ, നാളെ പരലോകത്ത് എല്ലാവരും വരും, അവിടെ തർക്കിക്കുന്നതാണ്. സത്യത്തിൻ്റെ ആൾക്കാരും അസത്യത്തിൻ്റെ ആളുകളും തർക്കിക്കും പരലോകത്ത്. അവസാനം അള്ളാഹു വിധി നടപ്പാക്കും. റസൂല് മരിച്ചെങ്കിൽ ഒരു കവിതയിൽ നമുക്ക് കാണാം, വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിഅഹ്ലിഹാ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, ഈ ദുനിയാവ് ഏതെങ്കിലും ഒരു മനുഷ്യന് ശാശ്വതത്വം നൽകുമായിരുന്നെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നും ഈ ദുനിയാവിൽ ജീവിക്കുമായിരുന്നെങ്കിൽ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, പ്രിയപ്പെട്ട റസൂൽ എന്നും ജീവിക്കുമായിരുന്നു ഈ ദുനിയാവിൽ. ദുനിയാവെന്ന് റസൂല് പോയിട്ടുണ്ടെങ്കിൽ ദുനിയാവ് നമ്മളോട് പറയുന്നത് നിങ്ങളും ഞാനൊക്കെ പോകുന്നാണ്. അവിടെ ചെല്ലുമ്പോൾ സത്യത്തിൻ്റെ അസത്യത്തിൻ്റെ കക്ഷികൾ തർക്കിക്കും, സത്യത്തിൻ്റെ കക്ഷിക്കുള്ള വിജയം കൊടുക്കും. സഹോദരങ്ങൾ, അവിടെ വിജയിക്കാനാകണം. അതുകൊണ്ട് ഒരായുഷ്കാലം മുഴുവൻ ഈ ഉമ്മത്തിന് വേണ്ടി വഴി നടത്തിയ, ഈ ഉമ്മത്തിന് നേർവഴി കാണിച്ച ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അക്കൗണ്ടിൽ നിന്ന് ഒരു 5000 രൂപ പോകുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു വേദനല്ലേ, അതിനേക്കാളും വലിയ വേദന റസൂൽ ഈ ദുനിയാവിലില്ല എന്ന വേദനയാണെങ്കിൽ ആ റസൂലിനെ നാളെ നമുക്ക് കാണണം. പരലോകത്ത് ആ റസൂലിൻ്റെ ചാരത്തിരിക്കണം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ നിന്ന് ഹൗദിലെ വെള്ളം വാങ്ങി കുടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സാധ്യമാകണമെങ്കിൽ ബിദ്അത്തില്ലാതെ ജീവിക്കണം. ബിദ്അത്തുകാരനെ ആട്ടിയോടിക്കും ഹൗദിന്റെ അരികിൽ നിന്ന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രവാചക സ്നേഹം സ്വഹാബത്തിന്റെ മാതൃകയിലാക്കാനും, പ്രവാചകനെ ഈ ദുനിയാവിന് നഷ്ടപ്പെട്ട റബീഉൽ അവ്വൽ 12 ഇസ്ലാമിന്റെ ശത്രു ബോധപൂർവം നമ്മളെ കൊണ്ട് ആഘോഷത്തിന്റെ ദിവസമാക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും
മദീന ഇരുണ്ടുപോയ ഈ രാവിൽ നമ്മൾ ആഘോഷിക്കാതിരിക്കാനുമുള്ള ശ്രദ്ധയുണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 40 വയസ്സ് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാട്ടിൽ ജീവിച്ചപ്പോഴും ആ നാട്ടിലെ ഒരു തിന്മയിലും അദ്ദേഹം ചേർന്നു കൊടുത്തിട്ടില്ല. അവർ ചെയ്യുന്ന പലതിൽ നിന്നും 40 കൊല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടു നിന്നപ്പോഴും അവർക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാതിയും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല, ആ വിട്ടു നിൽക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ വിളിച്ചത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. പക്ഷെ താൻ വിട്ടു നിൽക്കുക മാത്രമല്ല, ഇതൊക്കെ തെറ്റാണ് എന്നും ഇതിലൊന്നും പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കൂടിച്ചേരാൻ കഴിയില്ല എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങിയപ്പോൾ അൽ അമീൻ എന്ന് വിളിച്ച നാവുകൊണ്ട് ഭ്രാന്തനെന്ന്, മജ്നൂനെന്ന്, സാഹിറെന്ന്, ഷാഇറെന്ന്, നാട്ടിൽ ഫിത്നയുണ്ടാക്കാൻ വന്നവനെന്ന് അവർ തന്നെ മാറ്റി വിളിച്ചു. അതൊരു പാഠമാണ്. നമ്മളിങ്ങനെ നമ്മുടെ നിസ്കാരവും നോമ്പും കാര്യമായിട്ട് ഇങ്ങനെ നടന്നു എന്നുള്ളതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നാൽ എനിക്ക് പറ്റാത്ത, എൻ്റെ പരലോകത്തിന് പറ്റാത്ത, എൻ്റെ ദീനിന് പറ്റാത്ത ഒരിടത്തും ഞാൻ കൂടിയാടുകയില്ല എന്നും ഞാൻ കൂടിച്ചേരുകയില്ല എന്നും ഞാൻ പങ്കാളിയാവുകയില്ല എന്നും പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾ താലിബാനിസ്റ്റാകും, നമ്മൾ തീവ്രവാദിയാകും, 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവനാകും. അപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഏതായാലും അതൊന്നും കേട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് വിശ്വസിച്ച്, എന്ന് വിചാരിച്ച് എല്ലാറ്റിലും കൂടിയാടി കഴിയും. സഹോദരങ്ങളെ, വിശ്വാസിക്കൊരു വ്യക്തിത്വമുണ്ട്, ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ വ്യക്തിത്വം, അവൻ്റെ ഈമാനികമായ ആ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച് ജീവിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ റസൂലിൻ്റെ മില്ലത്തിലാവുക. അള്ളാഹു അത്തരം നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക, സാമ്പത്തിക, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു വലിയ രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സഹോദരി, ഒരു ഉമ്മ, അവർക്ക് വേണ്ടി മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയുടെ എല്ലാ രോഗാവസ്ഥയും വേഗത്തിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച്, എപ്പോൾ, എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കാണാൻ ആഗ്രഹിക്കുന്ന ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് നാളെ പരലോകത്ത് ഒന്നിച്ചു കഴിയാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിദ്അത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട് ഹൗദിലെ വെള്ളം പോലും നഷ്ടപ്പെടുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീൻ അടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وسلام على المرسلين والحمد لله رب العالمين.